ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് തൻ്റെ വിവാഹ വാർഷികം കൂടിയാണ്. തനിക്ക് എല്ലാവിധ ആശംസകളും അഗാപ്പെ ഓൺലൈൻ ബൈബിൾ കോളേജിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവ കുടുംബത്തെ കർത്താവിന് വേണ്ടി ഇത്രയും പ്രയോജനപ്പെടുവാൻ കുടുംബമായി ദൈവം അവരെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവർ രണ്ടുപേരും പൂർണ്ണസമയ ദൈവവേലയ്ക്ക് വേണ്ടി വിവിധ അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവുകൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നതിൽ ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഇന്ന് രാത്രിയിലും തന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആഴ്ചയുടെ വെള്ളിയാഴ്ച ദിവസം കർത്താവെ വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഷാജിൻ സാറിനായി സ്തോത്രം. കർത്താവെ, അങ്ങയുടെ ദാസന് വീണ്ടും ഒരു വർഷവും കൂടെ കുടുംബജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അവരെ രണ്ടുപേരെയും കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. ദാനം കൊടുത്ത കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിൽ മേലും കർത്താവിൽ നിന്നുള്ള മറുപടികൾ കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, പോളിൻ തിയോളജി ഏറ്റവും നന്നായി മനസ്സിലാക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനുള്ള അവസരം കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. ഷാജിൻ സാറിനെ പ്രത്യേകാല ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വേലയുടെ മുഖത്തായിരിക്കുമ്പോൾ വേണ്ടതായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും അവിടുന്ന് നൽകി കൊടുക്കണമേ. ശുശ്രൂഷയിൽ അവിടുന്ന് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഇന്ന് ഞങ്ങളോടൊപ്പം പഠിക്കുവാനായിട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കയറുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും എല്ലാ കർത്തൃദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരുടെ വിടുതലിന് അത് മുഖാന്തരമായി തീരുവാൻ, ഞങ്ങളുടെ ആത്മീക വർധനവിന് അത് മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും അവിടുത്തെ പുത്രനായ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു എലിസബത്ത് ആന്റി. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിലിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉണ്ടാകട്ടെ. എല്ലാവർക്കും പ്രത്യേക സ്നേഹം. ഷാജി സാറിനെ ശ്രദ്ധിക്കുന്നു. ഈ ക്ലാസ് സംബന്ധിക്കുന്നവർക്ക് എല്ലാ നെറ്റിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നെറ്റ് സംസാരിക്കുന്നത് കേൾക്കുമല്ലോ. ധാരാളം പൂക്കിയും അതുപോലെ തന്നെ ഇപ്പം കുഴപ്പമില്ല. ഇന്ന് ഞങ്ങളുടെ 27ാമത് വെഡിങ് ആനിവേഴ്സറി. അതെല്ലാവരുടെയും ക്ലിയർ ആണോ എല്ലാവർക്കും? വോയിസ് കട്ടാവുന്നുണ്ട്. ക്ലിയർ അല്ല. ക്ലിയർ അല്ല. ഞാനോർക്ക് എനിക്ക് മാത്രമേ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ല കേട്ടോ. അങ്ങനെയുണ്ട്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്.
ഉള്ളത് മതി പാസ്റ്റേ. ക്ലാസ് ഉണ്ട്. കേൾക്കാവോ? ഇപ്പം കേൾക്കാം. ഓക്കെ. വീണ്ടും പ്രശ്നമാകും. ക്ലിയർ അല്ല. വീഡിയോ ഒന്ന് കട്ട് ചെയ്യുന്ന. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഇപ്പം കേൾക്കാം. പക്ഷെ മറ്റേ ഡിവൈസ് അങ്ങ് ഓഫ് ചെയ്യണേ, എക്കോ ഉണ്ട്. ആ, കേൾക്കാവല്ലോ അല്ലേ? പ്രൈസ് ലോർഡ്. കേൾക്കാം. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ടാബിനാണ് കയറിയത്, അതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകാൽ പ്രാർത്ഥനകൾ, ആശംസകൾ എല്ലാത്തിനും പ്രത്യേകാൽ നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 24 വർഷം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വലിയ പരിപാലനം കൂടിയിരുന്നു. 27 വർഷം. 24ാമത്തെ വർഷമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന്, എനിക്ക് അന്ന് ഈ വെഡിങ് ആനിവേഴ്സറിയുടെ അന്നാണ് എനിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത ഉണ്ടായി, ഒരു അറ്റാക്ക് ഉണ്ടാകുകയും അങ്ങനെ 3 ബ്ലോക്ക് ഉണ്ടാകുകയും 3 ബ്ലോക്ക് ആൻജിയോഗ്രാം ചെയ്തു, കൺഫേം ചെയ്തു. അങ്ങനെ അല്പം സീരിയസ് ആയിരുന്നു. 98 100 ഉണ്ടായിരുന്നു. അപ്പം 3 ബ്ലോക്ക് ഉണ്ടായി അന്ന്. പിന്നെ കോട്ടയം കാരിത്താസില് അത് ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. 3 ബ്ലോക്കും ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു. അങ്ങനെ സ്റ്റെൻഡിറ്റ് അങ്ങനെ ആണ് ഞാനിപ്പോൾ കഴിഞ്ഞ 3 വർഷമായി ദൈവത്തിന്റെ ഒരു കൃപയാൽ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മൾ ഈ മരുന്ന് വൈകിട്ട് 3 നേരം മരുന്നാണ്. നമുക്ക് മരുന്ന് നിർത്താൻ പാടില്ലാത്ത ഒരു അവസ്ഥയാണല്ലോ ഇതിന്, നിങ്ങൾക്കെല്ലാം അറിയാം. അപ്പം ഈ മരുന്ന് നമ്മുടെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ രോഗിയാണെന്ന് ചിന്തിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല സജീവമായിട്ട് നിൽക്കും. അങ്ങനെ ചിന്തിച്ചെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ജീവിക്കുക. ഈ പ്രയാസഘട്ടങ്ങളിൽ അന്ന് ഗിൽഗാൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ലാലിച്ചാനും അതുപോലെ തന്നെ ഈ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ പ്രിയമുള്ളവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വളരെ ആത്മാർത്ഥമായി അവരുടെ സഹായ സഹകരണങ്ങൾ വളരെ ആത്മാർത്ഥമായി കൂട്ടായ്മകൾ കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ സഹകരണം ബൈബിൾ സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം പ്രാർത്ഥനയുടെ വലിയൊരു ഭാഗം അറിയാവുന്ന ആളുകളൊക്കെ അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അങ്ങനെ ഒരു വലിയ വിടുതൽ എനിക്കുണ്ടായി. അത് വളരെ സീരിയസ് ആയ ക്രിട്ടിക്കലായ അനുഭവമായിരുന്നു. എങ്കിലും ദൈവം എന്നെ സൂക്ഷിച്ചു. ദൈവത്തിന്റെ വലിയ കൃപ. വീണ്ടും ഒരു 3 വർഷം കൂടി കഴിയുന്നു. ഈ ഡിസംബറിലാണ് അത് വീണ്ടും ചെക്കപ്പിന് വേണ്ടി കടന്നു പോകേണ്ടത്. കഴിഞ്ഞ 2 വർഷവും ചെക്കപ്പ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഹാർട്ട് ബീറ്റ്സിന് അല്പം റണ്ണിങ് ഫാസ്റ്റ് ആയിട്ട് റൺ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ടാബുണ്ട്, അതിങ്ങനെ കഴിച്ചു പോകുന്നു. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വീണ്ടും ചോദിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന സമയങ്ങളൊക്കെ ഏതെല്ലാം നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനങ്ങനെ ഒരു അല്പനിമിഷം പോലും വെറുതെ ഇരിക്കുന്ന ഒരാളല്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജോലിയുടെ കാര്യമല്ല. നമ്മൾ എഴുതുകയോ വായിക്കുകയോ പഠിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ അങ്ങനെ എപ്പോഴും ഇങ്ങനെ സജീവമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത് പൗലോസിന്റെ ധർമ്മശാസ്ത്ര ചിന്തകളിൽ അഥവാ പൊളൈൻ എത്തിക്സ്
കൊളൈൻ തിയോളജിയിലെ പൗലൂസിന്റെ ധർമ്മശാസ്ത്രം എങ്ങനെയാണ്, കൊളൈൻ എത്തിക്സ് എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുടെ പ്രാഥമികമായി എന്താണ് എത്തിക്സ് എന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. അതിന് നോട്ട് നമ്മൾ ഇന്ന് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് എടുക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. PDF ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടി നോട്ട് പ്രിന്റ് എടുക്കാൻ ആവശ്യമുള്ളവർക്ക് ഇതെടുക്കാം. ഇല്ല എങ്കിൽ PDF വൈകിട്ട് ഞാനത് PDF കൂടി ഇടാം. ദൈവം നിങ്ങളെ സഹായിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇനി കൊളൈൻ എത്തിക്സ്, പൗലൂസിന്റെ ധർമ്മശാസ്ത്രം, തന്റെ ലേഖനങ്ങളിലൂടെ താൻ പ്രതിപാദിക്കുന്ന, താൻ അനുധാവനം ചെയ്യുന്ന, താൻ പിൻപറ്റുന്ന, താൻ സഞ്ചരിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്താണ് തന്റെ ദൈവശാസ്ത്ര ചിന്തകൾ, എങ്ങനെയാണ് തനിക്കിത് പറയാൻ കഴിയുക എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. മ്യൂട്ടാണ്. ഇന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് മടങ്ങി വരാം. പൗലൂസിന്റെ ധർമ്മശാസ്ത്ര ചിന്തകളിൽ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് മുൻപോട്ട് പങ്കുവയ്ക്കാൻ മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ. അതിന്റെ സോഴ്സ്, ഒന്നാമത് അതിന്റെ സ്രോതസ് എന്താണ്, പൗലൂസിന്റെ ധർമ്മശാസ്ത്രത്തിന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്, സ്രോതസ് എന്തൊക്കെയാണ് എന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. ഏതെങ്കിലും നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോഴും ഏതെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ചില സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളാണ് നമ്മുടേതായിരിക്കുന്ന വിശകലനങ്ങളോടുകൂടി, നമ്മുടെ കൂട്ടിച്ചേരലോടുകൂടിയാണ് നമ്മൾ പലപ്പോഴും അവതരിപ്പിക്കുക. ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, പുസ്തകങ്ങളിൽ നിങ്ങൾ ബിബ്ലിയോഗ്രാഫി എന്ന ഒരു ഭാഗം കണ്ടിരിക്കും. ഈ പുസ്തക രചനയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധമായ അന്വേഷണങ്ങൾ, ഏതെല്ലാം പുസ്തകങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്, അതിൽ നിന്നും ഏതെല്ലാം ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്, ഏതെല്ലാം പുസ്തകങ്ങളെ, ഏതെല്ലാം ആശയങ്ങളുടെ വിശദീകരണം കൂട്ടിച്ചേരലാണ്, അല്ലെങ്കിൽ ആ ആശയങ്ങളുടെ അല്പം കൂടി വിശാലമായിട്ട് ഉള്ള ചിന്തയാണ് ഈ പുസ്തകം എന്ന് വിവരിക്കാൻ വേണ്ടി പുസ്തകങ്ങളിലൊക്കെ ഒരു ബിബ്ലിയോഗ്രാഫി എഴുതുന്ന ആളുകൾ എഴുതും. അല്ല, അതങ്ങനെ റെഫർ ചെയ്യുന്നില്ല എങ്കിൽ അത് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യവുമില്ല. ഇതുപോലെ പൗലൂസ് തന്റെ ധർമ്മശാസ്ത്ര ചിന്തകൾ എവിടുന്നെല്ലാമാണ് താൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഒന്ന്, അഥവാ സ്രോതസ്. ഒന്ന്, പൗലൂസിന്റെ ധർമ്മശാസ്ത്ര പ്രബോധനത്തെ സ്വാധീനിച്ചിട്ടുള്ള സ്രോതസ്സുകളിൽ ഒന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് ആണ്, പഴയ നിയമ ചിന്തകളാണ്. നമുക്കറിയാം, പഴയ നിയമ ചിന്തകളെ പൗലൂസിന്റെ ധർമ്മശാസ്ത്ര ചിന്തകളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് പഴയ നിയമത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ ന്യായപ്രമാണത്തിന്റെ അവസാനം ക്രിസ്തു എന്ന് താൻ സ്ഥാപിക്കുമ്പോൾ തന്നെ ദൈവഹിതത്തിന്റെ വെളിപ്പാടാണ് ന്യായപ്രമാണം എന്നുകൂടി താൻ പ്രസ്താവിക്കുന്നു. ദൈവത്തിന്റെ ഹിതത്തിന്റെ വെളിപ്പാടാണ് ന്യായപ്രമാണം എന്ന് പറയുന്നു. എന്ന് പറയാൻ ദൈവത്തിന്റെ മനസ്സ് കൃത്യമായും കാലേ കൂട്ടി പ്രവചിച്ച പ്രവചന സൂക്തങ്ങളോ അല്ലെങ്കിൽ ആധികാരിക രേഖകളോ കൃത്യമായി ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ മനസ്സിന്റെ ഹിതം തന്റെ ജനവുമായി ബന്ധത്തിൽ, തന്റെ പ്രവൃത്തിയുമായി ബന്ധത്തിൽ, തന്റെ അത്ഭുതവുമായി ബന്ധത്തിൽ, ഇങ്ങനെ വൈവിധ്യമായ നിലയിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള ധാർമ്മിക വശങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം തന്റെ പ്രവൃത്തി കൃത്യമായി നിർവഹിക്കുന്നു. അപ്പോൾ തന്നെ ചില ധാർമ്മിക മൂല്യങ്ങൾ കൂടി മനുഷ്യരുമായുള്ള ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കുകയും നിശ്ചയിക്കുകയും ചെയ്തുകൊണ്ടാണ് ദൈവം തന്റെ പ്രവൃത്തി എല്ലാ കാലഘട്ടങ്ങളിലും നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അവനോട് തന്നെ സൂക്ഷിക്കേണ്ട കടമയും കടപ്പാണ്. മനുഷ്യനോട് തന്നെയും, മനുഷ്യൻ ദൈവത്തോട് തന്നെയും, മനുഷ്യൻ സഹജീവികളോടും, മനുഷ്യൻ സമൂഹത്തോടും കൃത്യമായി എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വളരെ വിശാലമായി പറയാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് അപ്പോസ്തലനായ പൗലൂസിന്റെ ഈ ആധികാരിക രേഖകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഭാഗം ചിന്തിക്കുമ്പോൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ്
മുൻപോട്ട് പോകാം. അതുകൊണ്ട് തന്നെ റോമാലേഖനം 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ വളരെ കൃത്യമായി പൗലൂസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്, ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുവാൻ വേണ്ടി വെളിപ്പാടായി തീർന്ന ഒന്നാണ് ന്യായപ്രമാണം എന്ന് പറയും. നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ കെട്ടുപണിക്ക്, ഒരു സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ മുൻപോട്ടുള്ള ഗമനത്തിന്, മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഏതായാലും മനുഷ്യൻ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ന്യായപ്രമാണം എന്ന് ദൈവം കൊടുത്ത ന്യായപ്രമാണം. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം എന്ന് പറയുന്ന ആ സമ്പൂർണ്ണ സംജ്ഞ മനുഷ്യനുമായി ബന്ധത്തിൽ എങ്ങനെ ഇടപെടുന്നുവെന്നും തിരിച്ച് മനുഷ്യൻ പാലിക്കേണ്ട കടമയുടെയും കൽപ്പനകളുടെയും ആകെത്തുകയാണ് വാസ്തവത്തിൽ ന്യായപ്രമാണങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, എല്ലാ സമൂഹത്തിന്റെയും കെട്ടുറപ്പ് എന്ന് പറയുന്നത് ചില ധാർമ്മിക മൂല്യങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയാ, അല്ലെങ്കിൽ അതിന്റെ കെട്ടുറപ്പിലൂടെയാ. എല്ലാ മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുന്നത് അവൻ സ്വയമേ അറിഞ്ഞോ അറിയാതെയോ കാഴ്ചവെക്കുന്ന, നിർബന്ധപൂർവം അവനോട് തന്നെയും സഹജീവികളോടും സമൂഹത്തോടും കാഴ്ചവെക്കുന്ന ചില പ്രമാണങ്ങളുടെ പ്രത്യക്ഷമായ അംഗീകരിക്കുന്നതിലൂടെയാണ് അവൻ ഭൂമിയിൽ ഒരു സമൂഹം, അല്ലെങ്കിൽ അവൻ തന്നെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിലും അവന്റെ ധാർമ്മികമായ വശങ്ങൾ കൃത്യമായി അവൻ പാലിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മളൊരു മൂല്യമുള്ള വ്യക്തിയാണെന്ന്, നമ്മൾ ഒരു വ്യക്തിത്വമുള്ള ആളാണെന്ന്, നമ്മൾ കൊള്ളാവുന്നയാളാണെന്ന് മറ്റുള്ളവർ വിധി എഴുതുന്നത് നമ്മൾ ചില അറിഞ്ഞോ അറിയാതെ ചില മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചില ചിന്തകൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതിലൂടെയാണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ദൈവത്തിന്റെ ഹിതമാണെന്ന് പൗലോസ് ദൈവത്തിന്റെ ഹിതമായി വെളിപ്പെട്ടു വന്നതാണ് വാസ്തവത്തിൽ ന്യായപ്രമാണമെന്ന് പൗലോസ് റോമാലേഖനം 10:4 വെളിപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, 1 തെസ്സലോനിക്കർ 4:9 പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവം നേരിട്ട് നൽകുന്നു എന്ന അർത്ഥത്തിലാണ് ആ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 4:9 ദൈവം തന്റെ ഗുണഗണങ്ങൾ, സത്തകൾ, തന്റെ അരുളപ്പാടുകളിലൂടെ നേരിട്ട് മനുഷ്യന് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. നേരിട്ട് തന്റെ അരുളപ്പാടുകൾ എന്താണെന്ന് കൃത്യമായി താൻ നേരിട്ട് പറഞ്ഞിരിക്കുക. അപ്പം ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദൈവം എപ്പോഴും മനുഷ്യനുമായ ഒരു ബന്ധത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ചില പ്രമാണങ്ങളുണ്ട്. ആ പ്രമാണങ്ങളൊക്കെ മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിൽ കടപ്പാടുകളെ സ്വീകരിക്കുവാനും അത് പ്രാവർത്തികമാക്കാനൊപ്പം തന്നെ ഇതൊരു ധാർമ്മിക വശം കൂടി ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ച് വേണം മുൻപോട്ട് പോകാൻ. നമ്മളൊരു കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിക്കുന്ന ചില ധാർമ്മിക മൂല്യങ്ങളുടെ കൊടുക്കലും വാങ്ങലിലൂടെയാണ്. ചില ധാർമ്മിക മൂല്യങ്ങൾ പരസ്പരം ബഹുമാനപൂർവ്വം, നിർബന്ധപൂർവം അംഗീകരിക്കുന്നതിലൂടെയാണ് കുടുംബത്തിന് നിൽക്കുന്നത്. ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ മക്കളോടും തന്റെ ഭാര്യയോടും തന്നോടൊപ്പമുള്ള മറ്റ് ആളുകളോടും ഒക്കെ തന്റെ ഉത്തരവാദിത്തോടൊപ്പം തന്നെ താൻ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. അപ്പൊ എല്ലാ ആളുകളും അങ്ങനെ, ഒരു കുടുംബത്തിന്റെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ഉള്ളൂ. അപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന സമൂഹമാകട്ടെ, ലോകമാകട്ടെ, ദൈവമായുടെ ബന്ധത്തിൽ ചില കൽപ്പനകൾ നമുക്ക് നൽകുമ്പോൾ തന്നെ ചില ധാർമ്മിക വശം കൂടി അതിനുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ വശങ്ങളെയാണ് വാസ്തവത്തിൽ പൗലൂസ് എടുത്ത് തന്റെ ചിന്തകളിൽ ക്രോഡീകരിക്കാൻ ഇടയായത്. നമുക്കറിയാം, 10 കൽപ്പന എന്ന, അഥവാ ഡയലോഗ്സ്, തന്റെ 10 കൽപ്പന എന്ന് പറഞ്ഞ പൗലൂസിന് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ. അപ്പം ആ കൽപ്പനകളിലൂടെ ഒരു സമൂഹത്തിന്റെ കെട്ടുപണിക്ക് ദൈവമായ ബന്ധത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ പ്രധാനമായി ന്യായപ്രമാണങ്ങളിൽ പരാമർശിക്കുന്ന എല്ലാ നിഷേധങ്ങളും തന്റെ നിഷേധമായിട്ടും എല്ലാ സ്വീകരണങ്ങളും തനിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഉപാധിയിലില്ലാതെ സ്വീകരിക്കാൻ കഴിയുന്നതാണെന്നും പൗലൂസ് തന്റെ ലേഖനങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, ന്യായപ്രമാണം മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളിൽ
ഒരുപാട് നിഷേധങ്ങളുണ്ട്. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, നിങ്ങൾ അരുതുകളുടെ ഒരുപാട് കൽപ്പനകൾ. ഈ കൽപ്പനകളുടെ ഒരു പുതിയ നിയമ വേർഷൻ എന്ന നിലയിലാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലും ഈ അരുതുകൾ മറ്റൊരർത്ഥത്തിൽ ഒരു ധാർമ്മിക മൂല്യമായി തന്നെ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, പല കാര്യങ്ങളും സ്വീകരിക്കാം, ഇത് ചെയ്യണം, ഇങ്ങനെയായിരിക്കണം, ബഹുമാനിക്കണം എന്ന നിലയിൽ അംഗീകരിക്കണം, കൊടുക്കണം, വാങ്ങണം, ഇത്തരത്തിൽ ഒരുപാട് ചെയ്യാൻ കഴിയുന്ന സ്വീകരണങ്ങളുടെ പട്ടിക പൗലോസ് 10 കൽപ്പനകളിൽ നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം പൗലോസ് തന്റെ ധാർമ്മിക ഉപദേശങ്ങളിലെ ഒരു പരിഗണിക്കപ്പെടേണ്ടതായിട്ട് തന്റെ ലേഖനങ്ങളിൽ കാണാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, ഇത്രയും ഉള്ളൂ നമ്മൾ പഠിക്കേണ്ടത്. പഴയ നിയമങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതൊരു കൽപ്പനകളിലും, പഴയ നിയമങ്ങളിലൂടെ മുൻപോട്ട് വെക്കുന്ന ഏതൊരു ആശയങ്ങളിലും ആ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി നമുക്ക് അറിയാൻ വേണ്ടി ഒരു സമൂഹത്തിന്റെ മൂല്യമുള്ള സമൂഹത്തിന്റെ വ്യക്തിയുടെ വളർച്ചയ്ക്കും വ്യവസ്ഥാപിതമായ സ്ഥാപനത്തിനും വ്യാപനത്തിനുമൊക്കെ കൃത്യമായി അംഗീകരിക്കേണ്ടതാണെന്ന് പൗലോസ് തന്റെ ലേഖനങ്ങളോടുകൂടി പറയാനിടയായി. കാരണം അതെല്ലാം ദൈവത്തിന്റെ മനസ്സായി ലോകത്തിന് നൽകിയ മനസ്സിന്റെ വ്യവസ്ഥാപിതമായ വ്യവഹാരങ്ങളാണ് വാസ്തവത്തിൽ ഈ പഴയ നിയമത്തിന്റെ ചിന്തകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില സമൂഹം ഔട്ടായി പോയ വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ആകെ തടസ്സങ്ങളാണല്ലോ. അതെ, വെഡിങ് ആനിവേഴ്സറി ആയിട്ട് മൊത്തം ഒരിക്കലും ഇല്ലാത്ത പോലെ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഇത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ? തടസ്സങ്ങളില്ലാത്ത ഏത് കുടുംബം അവിടെ അല്ലേ? തകർന്നു പോവുക, താഴെ പോവുക. ഓക്കെ, റെഡി. അപ്പം ഇനി ശ്രദ്ധിച്ചേ, ഇനി രണ്ടാമത്തെ കാര്യം ചിന്ത ഈ റബനിക് പശ്ചാത്തലമാണ്. പൗലോസിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു റബനിക് പശ്ചാത്തലം വളരെ കൃത്യമാണ്. അതെന്തെന്ന് ചോദിച്ചാൽ, പൗലോസിനെ ഈ വേദപണ്ഡിതന്മാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം വളരെ പ്രസക്തമാണ്. ആ പദം ഇങ്ങനെയാണ്: പൗലോസ് പുതിയ നിയമത്തിന്റെ ചിന്തകൾ പറയുന്ന ഒരു ക്രിസ്തീയ പുതിയ നിയമ റബി ആയിട്ടാണ് പലരും പൗലോസിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ചിന്തകൾ കൃത്യമായി പ്രതിപാദിക്കാൻ കഴിയുന്ന ഒരു റബി ആയിട്ടാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഒരുപാട് ഉപദേശങ്ങൾ, അതൊരു ഒരു ക്രിസ്തു വന്നതോടുകൂടി പഴയ നിയമം മാറിപ്പോയി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പഴയ നിയമത്തിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാസ്തവത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കൽപ്പനകൾ അഥവാ ധാർമ്മിക ഉപദേശങ്ങളാണ് പൗലോസ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പഴയ നിയമം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ക്രിസ്തു മറഞ്ഞിരിക്കുന്ന മർമ്മമായി വെളിപ്പെടുത്താൻ മാത്രം ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഒരു സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിനും ഒരു സമൂഹത്തിന്റെ ധാർമ്മികമായ മൂല്യങ്ങളെ സൂക്ഷിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും വ്യവസ്ഥാപിതമായ ഒരു സമൂഹം മുൻപോട്ട് പോകേണ്ടതിനുമായി ഉപയോഗിക്കാൻ കഴിയുന്ന ധാർമ്മിക ഉപദേശങ്ങൾ ധാരാളം പഴയ നിയമത്തിന്റെ ഏടുകളിലുള്ളപ്പോൾ അത് കൃത്യമായി അടയാളപ്പെടുത്താനും സ്വീകരിച്ച് അതിലൂടെ ഒരു നല്ല നവസമൂഹം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച വ്യക്തി എന്ന നിലയിലാണ് പൗലോസിനെ വേദപണ്ഡിതന്മാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ പ്രമാണം ഉപദേശിക്കുന്ന ക്രിസ്തീയ റബി ആയിട്ടാണ് പൗലോസിനെ നമുക്ക് വേദപണ്ഡിതന്മാർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ് അഥവാ റബിനിക് ഇൻഫ്ലുവൻസിന് അപ്പുറമായിട്ട്
ഹെലനിസ്റ്റിക് ഇൻഫ്ലുവൻസ് അഥവാ യവനായ സ്വാധീനം. നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് പൗലൂസ് എന്ന വ്യക്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പശ്ചാത്തലം നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ചതാണ്. പൗലൂസിന്റെ പദങ്ങളിലും രചനാശൈലിയിലും ഈ യവനായ പദങ്ങളുടെ ധാരാളം സ്വാധീനം കാണാൻ കഴിയും. ഈ യവനായ പദങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തിയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി കൃത്യമായി അവൻ ആരാണെന്ന സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ ചില ധാർമ്മിക ഉപദേശങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ശരിക്കും മാർമിക സത്യങ്ങളിലൂടെയാണ് അവനെ തന്നെ വെളിപ്പെടുത്തുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ തത്വചിന്തകളുടെ മൂർത്തിഭാവം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന്റെ ഔന്നിത്യമായിരിക്കുന്ന യവനായ ചിന്തകൾ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട മാനുഷിക മൂല്യങ്ങളായ സ്നേഹം, കൃപ, മഹത്വം, ശുദ്ധ്യാർക്കം അഥവാ തുടങ്ങിയ ഈ സാൻമാർഗിക പദങ്ങളാണ് യവനായ ചിന്തകളുടെ ഈ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതാണ് പൗലൂസ് തന്റെ ലേഖനങ്ങളിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നത് ഒരു മൂല്യമാണ്, മാനുഷിക മൂല്യമാണ്. മനുഷ്യൻ അവനോട് തന്നെയും അവൻ പരസ്പരവും പങ്കുവെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുക. മനസ്സിലായോ? ഇന്ന് സ്നേഹം എന്ന് പറയുന്നത് സ്വയം സംരക്ഷണത്തിനോ സ്വയം മറ്റൊന്നിൽ നിന്നും സംശീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറുമ്പോൾ നമ്മുടെയൊക്കെ സ്നേഹം കച്ചവടവൽക്കരിക്കപ്പെടുക അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെടുക, കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുക എന്നൊരു തലത്തിലേക്ക് മാറും. അവിടെ പിന്നെ സ്നേഹം എന്ന് പറയുന്നതിന് കേവലം പദങ്ങളായി മാത്രം ഉപയോഗിക്കാം, മൂല്യങ്ങൾക്ക് യാതൊരു വിലയും ഇല്ലാതെയാകും. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അവരെ സ്നേഹിക്കുന്നു വ്യാജേന നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നായി മാത്രം സ്നേഹം മാറുമ്പോൾ അത് കേവലം മൂല്യങ്ങൾ നഷ്ടപ്പെട്ട കേവലം പദപ്രയോഗങ്ങളായി മാത്രം മാറുകയും ആ പദപ്രയോഗം സ്വയം രക്ഷയ്ക്കോ സ്വയം എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പദാവലിയായി മാത്രം അവശേഷിക്കുന്നു. അവിടെയാണ് നമ്മളൊക്കെ തോറ്റുപോകും. മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. നമുക്ക് നമ്മെ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും പങ്കുവെക്കുവാനും അവരെയും സ്വീകരിക്കുവാനും കൊടുക്കുവാനും കഴിയണം. നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച, നാം രുചിച്ചിട്ടുള്ള, നാം പങ്കുവെച്ചിട്ടുള്ള പലതുമാണ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടാൻ നമുക്ക് കഴിയുന്നത്. അങ്ങനെയുള്ളൊരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് നമ്മളിലൊക്കെ ഒരു വലിയ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഉപാധികളില്ലാത്ത ഒന്നായി മാറുന്നത്. പലതും നമ്മളിലുള്ള കൃപയും സ്നേഹവും അല്ലെങ്കിൽ മഹത്വവും നമ്മുടെ ഈ സാൻമാർഗികമായ മൂല്യങ്ങളൊക്കെ അത്തരത്തിലാണ്. ശ്രദ്ധിച്ചേ, ഇനി ഈ 1 Corinthians 15 അധ്യായം 33 വാക്യം വായിക്കുമ്പോൾ അവിടെ തെറ്റായ കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ നശിപ്പിക്കുമെന്ന ഒരു ഉദ്ധരണി, യവനായ ഉദ്ധരണിയെ പ്രതിപാദിച്ചുകൊണ്ട് നാം തെറ്റിപ്പോകരുത് എന്ന് പറയുമ്പോൾ കൃത്യമായി തെറ്റായ കൂട്ടുകെട്ടാണ് നല്ല സ്വഭാവത്തെ നശിപ്പിക്കും എന്ന് ഉള്ള ഒരു യവനായ പദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിന്റെ ഒരു സാരാംശമാണ് പൗലോസ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഷോ മി യുവർ ഫ്രണ്ട് വിച്ച് യു ആർ മേക്കിംഗ് ദ ഫ്രണ്ട്ഷിപ്പ്, ഐ വിൽ ടെൽ യു ഹൂ യു ആർ. ഷോ മി യുവർ ബുക്ക് വിച്ച് യു ആർ റീഡിംഗ്, ഐ വിൽ ടെൽ യു ഹൂ യു ആർ. കാണിക്കുക നിങ്ങളുടെ കൂട്ടുകാരൻ ആരാണെന്ന്, ഞാൻ പറയാം നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഞാൻ പറയാം നിങ്ങൾ ആരാണ്. വാസ്തവത്തിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളുടെ പ്രത്യക്ഷമായ പ്രവൃത്തിയിലൂടെയും നമ്മൾ മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളിലൂടെയും നമ്മൾ പകർന്നാട്ടം നടത്തുന്ന നമ്മുടെ ജീവിതത്തിന്റെ വൈവിധ്യമായ മുഖങ്ങളിലൂടെയാണ് പലരും നമ്മളെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായ കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ നശിപ്പിക്കുമെന്ന യവനായ ചിന്തയുടെ ഒരു സാരാംശത്തെ എടുത്തുകൊണ്ട് പൗലോസ് 1 Corinthians 15:33 പറയുന്നു, നാം തെറ്റിപ്പോകരുത്. ഈ ശ്രദ്ധിച്ചേ, 2 Corinthians 10:3
1 തെസ്സലോനി 5 നോട്ട് തരാം, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫുട് നോട്ട് എഴുതുന്നത് എഴുതിക്കൊള്ളുക. 2 കൊരിന്ത്യർ 10:3, 1 തെസ്സലോനി 5:8, 1 കൊരിന്ത്യർ 9:25, 1 കൊരിന്ത്യർ 9:25. ഇവിടെയെല്ലാം യുദ്ധത്തെക്കുറിച്ചും കായികമായ രീതിയെക്കുറിച്ചും അതിന്റെ അവതരണത്തെക്കുറിച്ചും ഒക്കെ കായികമായി നടത്തുന്ന പല കാര്യങ്ങളുടെയും പ്രയോഗങ്ങളെ കുറിച്ചും ഒക്കെ താൻ ഈ വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. നമുക്കറിയാം, ഈ യവനായ സംസ്കാരത്തെക്കുറിച്ചും യവനായ ജീവിത ശൈലിയെക്കുറിച്ചും ഒക്കെ പഠിക്കുന്ന, അവരുടെ സാമൂഹ്യമായ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ വിനോദങ്ങൾ, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയും യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പതിവും അത് അങ്ങേയറ്റം, പ്രത്യേകിച്ച് കായിക വിനോദങ്ങളൊക്കെ അങ്ങേയറ്റം ആഹ്ലാദത്തോടുകൂടി, പ്രത്യേകിച്ച് വളരെയധികം സന്തോഷത്തോടുകൂടി, ഉത്സാഹത്തോടുകൂടി ആസ്വദിക്കുന്ന ഒരു ജനസമൂഹമായിരുന്നു അവരെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പാപത്തിന് തെറ്റലസ്റ്റായി എന്നൊരു പദം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന്റെ മൂലപദത്തിൽ എന്താണ് തെറ്റലസ്റ്റായി എന്ന് പറയുക? ഈ യവനായ പശ്ചാത്തലത്തിൽ ഈ അമ്പെയ്ത്ത് മത്സരം നടത്തുക പതിവായിരുന്നു. അപ്പം ഒരു പ്രത്യേക, അന്നും ഇന്നുമൊക്കെ അങ്ങനെയാണ്, ഒരു പോയിന്റിൽ അമ്പെയ്ത് കൃത്യമായി അവിടെ കൊള്ളിക്കാൻ ഉള്ള ശ്രമം, അതാണ് മത്സരം. അതിൽ പരാജയപ്പെട്ടു പോയാൽ കാണുന്ന ആളുകളെല്ലാം കൂടി ഉറക്കെ വിളിച്ച് പറയും തെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റിപ്പോയി എന്നുള്ളത്. സോറി, ഹമാറ്റിയ, തെറ്റലസ്റ്റായല്ല, ഹമാറ്റിയ എന്നവിടെ ഉറക്കെ വിളിച്ച് പറയും. അതിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റിപ്പോയി എന്നുള്ളതാണ്. ഈ പദമാണ് പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം, യവനായ പദം അല്ലെങ്കിൽ ഗ്രീക്ക് പദം. ഇതാണ് ഹമാറ്റിയ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ബൈബിളിലെ പല സത്യങ്ങളും, പ്രത്യേകിച്ച് പുതുനിയമത്തിലെ പല സത്യങ്ങളും പല ഉപദേശങ്ങളും സ്ഥാപിക്കുവാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം, ഒരു ധാർമ്മിക പശ്ചാത്തലം, ഒരു ധാർമ്മിക പശ്ചാത്തലം, ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത് ഗ്രീക്ക് പശ്ചാത്തലത്തിലെ കായിക വിനോദങ്ങളോ യുദ്ധങ്ങളോ അത്തരത്തിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങളോ ഒക്കെയാണ്. നമ്മൾ കേട്ട പോലെ തെറ്റുകൂടാതെ തെറ്റായ കൂട്ടുകെട്ട് നല്ല സ്വഭാവത്തെ നശിപ്പിക്കുമെന്ന പഴമൊഴിയിൽ നിന്നുമാണ് അത്തരത്തിലുള്ള പദങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്രയും ഉള്ളൂ. അപ്പോൾ ബൈബിളിലെ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങളെ സ്ഥാപിക്കുവാൻ വേണ്ടി ഈ യവനായ പദങ്ങളുടെ ഒരു ധാരാളിത്തം ലേഖനങ്ങളിൽ പലയിടത്തും കാണാൻ കഴിയും, പ്രത്യേകിച്ച് പൗലൂസിന്റെ ലേഖനങ്ങളിൽ. അപ്പോൾ പൗലൂസിന്റെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുള്ള ഹെലനിസ്റ്റിക് അഥവാ യവനായ സ്വാധീനം എത്രത്തോളം ആഴവും പരപ്പുമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സാക്ഷി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച കാര്യമാണ്, എങ്കിലും ഒന്നുകൂടി ആ ഭാഗം കൂടി ചിന്തിച്ചു പോകാം. ഇത് മനസ്സാക്ഷി എന്ന് പറയുന്നത് ശരിക്കും ശരിയുത്തരം എന്താണെന്ന് ഉണർത്തിക്കുന്ന മനസ്സിന്റെ ഒരു അവസ്ഥാവിശേഷം, തെറ്റുകളെ സംബന്ധിച്ചുള്ള പ്രായോഗികമായ ഒരു ജ്ഞാനം നമുക്ക് ലഭിക്കുകയും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന, മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന, ഞാൻ ഈ പറയുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിക്കണമേ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ന വ്യക്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിരവധി മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയാം, ഞാനും നിങ്ങളുമൊക്കെ നിൽക്കുന്നതും ജീവിക്കുന്നതും മുൻപോട്ട് പോകുന്നതും ക്രൈസ്തവ ഉപദേശങ്ങളിൽ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളും സാമൂഹ്യമായ ചില ശരികളെയും സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഒരു നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ക്രിസ്തീയ ജീവിതത്തിന് ആശയപരമായി, സാമൂഹ്യപരമായി, പ്രത്യക്ഷവും പരോക്ഷമായി സൂക്ഷിക്കേണ്ട ഒരുപാട് മൂല്യങ്ങളുടെ ആകത്തുകയാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. ഇനി അല്ല എങ്കിൽ പോലും, ഒരു വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവൻ ഒരു സാമൂഹികമായ മൂല്യങ്ങളുടെ പിൻബലത്തിലാണ് ഒരു നല്ല വ്യക്തിയായി സമൂഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ സ്തംഭനാവസ്ഥയോ നിശ്ചലാവസ്ഥയല്ല, ഓരോ ഗമനാഗമനങ്ങളിൽ, മുൻപോട്ടുള്ള ഓരോ യാത്രയിലും കൃത്യമായി അവനെ ശരിയായ നിലയിൽ അവനെ അടയാളപ്പെടുത്തുകയും അവനെ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് ഞാൻ മൗനമായി പറയാറുണ്ട്, ഞാൻ ചില മൂല്യങ്ങളെ സൂക്ഷിച്ചുകൊണ്ടാണ്. ഇനി ശ്രദ്ധിച്ചേ, നമുക്കറിയാം
യാതൊരു മൂല്യങ്ങളും സൂക്ഷിക്കാത്ത ആളുകൾക്ക് യാതൊരു വിശ്വാസവും ഇല്ലാത്ത ആളുകളാണ്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മളൊക്കെ സമൂഹത്തിൽ ജീവിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ട് എത്ര മര്യാദയൊക്കെ ജീവിക്കുന്നത്? നമ്മള് കള്ളുകൂടിയില്ല, വെടിവലിയില്ല, മറ്റൊരു ദുർമാർഗവും ഇല്ല, സുഖമായിട്ട് നമ്മൾ ഇങ്ങനെ വളരെ മാന്യമായിട്ട് ജീവിക്കുന്നത്. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ നുണ പറയാം, അതൊരു ഒരു വലിയ കുഴപ്പമില്ലാത്ത കാര്യമായിട്ടൊക്കെ നമ്മൾ കരുതാറുണ്ട്. പോട്ടെ, അത് നിങ്ങളുടെ സൗകര്യത്തിന് വിട്ടിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ മറ്റുള്ളവർ പറയുമ്പോട്ടെ, നമ്മൾ മറ്റുള്ള ആളുകൾ പറഞ്ഞത് അവര് ബന്ധുക്കോസുകാരൻ അല്ലേ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ അവസാനം നമ്മൾ ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് നോക്കി, അപ്പൊ അവർ പറയും ഞങ്ങൾക്ക് നോക്കാനുള്ള വൈദ്യശാസ്ത്രത്തിന്റെ രീതി ഞങ്ങൾ ചെയ്യാനുള്ള എല്ലാം ചെയ്തു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? ശ്രദ്ധിച്ചേ, ആ വാക്ക പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, നിങ്ങൾ പെന്തക്കോസ്തുകാരല്ലേ? അങ്ങനെ തിരിച്ചറിയാം. നമ്മുടെ കാതിലും കഴുത്തിലും ഒന്നുമില്ല, വന്ന ആളുകളും പോയ ആളുകളും ഒക്കെ ഈ ഐശ്വര്യാണെങ്കിലും കയറി ഒരു വാക്ക് എന്ത് ചെയ്യും, മൗനമായിട്ടെങ്കിലും അടുത്ത് നിന്ന് കൈവച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ബിഷപ്പുരന്മാരും നേഴ്സുമാരും ഒക്കെ എന്ത് ചെയ്യും, അവര് ഡോക്ടറും നേഴ്സും ഒക്കെ കാണുന്നത് കൊണ്ട് അവര് പറയും, നമ്മുടെ എടുപ്പ്, നമ്മുടെ നടപ്പ്, നമ്മുടെ ചെയ്തികൾ, നമ്മുടെ രീതികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ശൈലികളൊക്കെ അവർക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് അവർ പറയും, നിങ്ങൾ പെന്തക്കോസ്തുകാരല്ലേ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ എന്ന്. അപ്പോൾ കൃത്യമായ ഒരു പെന്തക്കോസ്തുകാരൻ എന്ന വ്യക്തിക്ക് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, എങ്ങനെ ജീവിക്കണം, എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് ആരും പറയാതെ തന്നെ ഈ മാർഗം സ്വീകരിക്കുമ്പോൾ, ഒന്നുകൂടി ഞാൻ പറയാം, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ മൗനമായി അവൻ എന്തിനൊക്കെ വഴങ്ങിക്കൊടുത്തിട്ട് അവൻ മൗനമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന രീതിയിൽ ജീവിക്കുന്ന വ്യക്തി, ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? അതുകൊണ്ട് ഈ ഭൂമിയിൽ മനസാക്ഷി എന്ന് പറയുന്ന മനസ്സിന്റെ ചില വ്യാപാരങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റും ശരിയെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് നൽകുക. നമ്മളുടെ ശരികളെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരി ഏതാണെന്നും തെറ്റാണ് ഏതാണെന്നും കൃത്യമായി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് നമ്മൾ ശരിക്ക് നേരെ നടത്തുന്ന ഒരു സമര പ്രഖ്യാപനമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ ശരിയെന്ന് ഉയർത്തിപ്പിടിക്കുന്ന നിയമങ്ങളെയും നിയമാവലികളെയും തത്വങ്ങളെയും ഉപദേശങ്ങളെയും വിശ്വാസ പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതാണ് ശരി, ഇതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ നമ്മോട് തന്നെയും സമൂഹത്തോടും മൗനമായി പറയുമ്പോൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന ഏതെങ്കിലും ഒരു തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നേരെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആ ആശയങ്ങളും ചിന്തകളും മൂല്യങ്ങളും തന്നെ തിരുത്തി ഒരു വിധി എഴുതും. ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു പരിജ്ഞാനത്തിന്റെ ഒരു ഭാഗമുണ്ട്, ഒരു അറിവുണ്ട്, ഒരു അവബോധം സൃഷ്ടിക്കും നമ്മളിലേക്ക്. ആ അവബോധം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ രൂപപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്താപമാണ് വാസ്തവത്തിൽ മനസാക്ഷി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എനിക്കറിയാമല്ല, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായല്ലോ. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് നേരെ ഉയരുന്ന ഒരു ശരം ആണ്, ഒരു തിരുത്തൽ ശക്തിയാണ് വാസ്തവത്തിൽ പശ്ചാത്താപത്തിന്റെ അല്ലെങ്കിൽ ഏറ്റു പറയാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒന്ന്. അതാണ് വാസ്തവത്തിൽ മനസാക്ഷി എന്ന് പറയുക. ഒന്നുകൂടി ഞാൻ പറയാം, ലളിതമായിട്ട് ഒന്നുകൂടി ശാന്തമായിട്ട് ഞാൻ പറഞ്ഞു. ശ്രദ്ധിച്ചേ, നമുക്ക് ലഭിക്കുന്ന ഒരു പരിജ്ഞാനം, ഒരു അറിവ്. എന്താ അറിവ്? ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള അറിവ്, ഇത് ചെയ്യാം എന്നുള്ള അറിവ്. ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്തു എന്ന് വെച്ച ഉദാഹരണമാണ് വെക്കുക. ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിശദമാക്കപ്പെടുന്ന ചില അറിവുകളാണ്, അവബോധമാണ്. നമ്മുടെ മുമ്പിൽ ശരിയായ നിലയിൽ നമ്മോട് തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അറിവാണ് വാസ്തവത്തിൽ എന്തിനു വേണ്ടി പശ്ചാത്തപിക്കാനോ ഏറ്റു പറയാനോ ഇനി ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കാനോ ഒക്കെ നമ്മുടെ മനസ്സിൽ നമ്മളെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു അറിവിന്റെ വാസ്തവത്തിൽ ഉള്ള പേരാണ് ഈ മനസാക്ഷി എന്ന് പറയുക. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി അല്ലേ? ഒരു പ്രാവശ്യം പറഞ്ഞു, 2 പ്രാവശ്യം പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു, പല ആവർത്തനം നമ്മൾ ഏറ്റു പറഞ്ഞു. അങ്ങനെ ഏറ്റുപറഞ്ഞ് അത് തന്നെ ആവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഈ ഏറ്റു പറയാതെ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചു നാൾ ജീവിക്കും. അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല, നമ്മൾ സുഖമായിട്ട് ജീവിക്കും. മുൻപെക്കാളും നല്ലപോലെ നന്നായി ആരോഗ്യമുള്ളവരായി, ആരോഗ്യം എന്ന് ഞാൻ പറഞ്ഞ ശരീരത്തിന്റെ അല്ല, മനസ്സിന് ആരോഗ്യമുള്ളവരായി, വാക്കുകൾക്ക് ആരോഗ്യമുള്ളവരായി, ചിന്തകൾക്ക് ആരോഗ്യമുള്ളവരായി, ആരോഗ്യപരമായ തീരുമാനമെടുക്കാനുള്ള ശക്തി ഉള്ളവരായി, മനസാക്ഷി കുത്താതെ നമുക്ക് ജീവിക്കാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇതങ്ങ്
ഇതങ്ങ് പരിചയമാകുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അവിടെയാണ് നമ്മുടെ നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങ് തോറ്റുപോകുക. ശ്രദ്ധിച്ചേ, ഈ ആരോഗ്യപരമായ തീരുമാനമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത് നമുക്കിഷ്ടമുള്ള നമ്മുടെ മനസ്സിന്റെ പ്രഖ്യാപനം, അല്ലെ? നമുക്കിഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ വിശ്വാസം വെച്ചിട്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ ചെയ്തു പോയി ഏറ്റുപറയാൻ മറന്നുപോയെന്നല്ല, മനഃപൂർവ്വം മറന്നു. അതുകൊണ്ട് തന്നെ ഏറ്റുപറയാതിരിക്കുന്നതിലൂടെ ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വെക്കുക. അതുകൊണ്ട് തന്നെ ആ ഒന്നും സംഭവിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കൊരു പരിചയമായി മാറും. ഈ പരിചയം നാളുകളിൽ ഏത് മനസാക്ഷി കുത്തില്ലാതെ ഏത് തെറ്റ് ചെയ്യാനും നമ്മളെ എന്ത് ചെയ്യും? അങ്ങ് പ്രേരിപ്പിക്കും. പലിശയ്ക്ക് കടം കൊടുക്കാൻ പാടില്ല എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയും. അധികാരങ്ങൾക്ക് വേണ്ടി കടിച്ചു തൂങ്ങാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അരുത് എന്ന് നമ്മൾ കൽപ്പിക്കാറുണ്ട്. പക്ഷേ ഈ അരുതുകളെല്ലാം എനിക്ക് എന്റെ ശരിയാണെന്ന് ഞാൻ എന്റെ മനസാക്ഷി കുറ്റം വിധിക്കുന്നില്ല എന്ന് നമ്മൾ അങ്ങ് സ്വയം എന്ത് ചെയ്യാൻ തീരുമാനിക്കുക. പ്രമാദമായ ഒരു കേസിന്റെ വിധി പ്രഖ്യാപിച്ചു ഇന്ന്, അല്ലേ? ഒരു പക്ഷേ ആ വിധിയുടെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ചിന്തകളുണ്ട്. നഷ്ടപ്പെട്ടു പോയ 9-8 വർഷമായിട്ട് ഒരു വ്യക്തി ഒരു ഭാഗത്ത്, അതിജീവിത എന്ന് പേര് വിളിക്കുന്ന ഒരു വ്യക്തി ഒരു ഭാഗത്ത്, ഇതിന് പ്രേരക ശക്തിയായി നിന്ന് കുറ്റം ചെയ്ത 6 പേര് ഒരു ഭാഗത്ത്, 7 പേര് ഒരു ഭാഗത്ത്, 6 പേര് ഒരു ഭാഗത്ത്. അവർക്ക് ലഭിച്ച ശിക്ഷ കുറഞ്ഞുപോയി എന്ന് ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും. കോടതിക്ക് തെളിവാണ് ആവശ്യം. തെളിവുകളുടെ അഭാവത്തിലോ തെളിവുകൾ അവതരിപ്പിക്കാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള വൈമനസ്യോ നിമിത്തം സംഭവിച്ച പിഴയോ അല്ലെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, കുറ്റത്തിന് അതിന് തീവ്രത അനുസരിച്ചുള്ള ശിക്ഷ ലഭിച്ചില്ല എന്നൊക്കെ നമുക്ക് തോന്നിയാൽ ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ട്. ഇത്രയും ഉള്ളൂ ഞാനിത് പറയാൻ കാര്യം. പല കാര്യങ്ങളും നമുക്ക് ഒരു ലഘുവായ നമ്മുടെ ഒന്നും നൊമ്പരപ്പെടാത്ത ശിക്ഷയുമായി മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഒരു മനസാക്ഷി കുത്തില്ലാതെ നമുക്ക് എന്ത് കാര്യം ചെയ്യാൻ നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ വാസ്തവത്തിൽ പൗലോസ് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ മനസാക്ഷി എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളെ അളക്കുന്ന മാനദണ്ഡം മനസാക്ഷിയായി പൗലോസ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തു ഉപദേശത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും എന്തും ചെയ്യാൻ പാടില്ല, അരുതുകളാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ കുറ്റം വിധിക്കുന്നില്ല എന്നുള്ള ഒരു ധ്വനിയാണ് തന്റെ ചിന്തകളോടി പറയാൻ ആഗ്രഹിച്ചത്. ഏറെ പ്രധാനപ്പെട്ട ഒരു ചിന്ത കൂടി നമുക്ക് പങ്കുവയ്ക്കാം. ക്രിസ്തുവിന്റെ ഉപദേശവും മാതൃകയും, ദ ടീച്ചിങ് ആൻഡ് എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മാതൃകയും ഉപദേശവും. ക്രിസ്തീയ ശുശ്രൂഷകൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് പൗലോസ് പ്രതിപാദിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഉപദേശത്തെ ആധാരമാക്കി പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 9:14. 1 കൊരിന്ത്യർ 9:14 താൻ പറഞ്ഞിങ്ങനെയാണ്: ചിലപ്പോൾ കർത്താവിന്റെ ആജ്ഞയായി, അതോറിറ്റി ഓഫ് ലോർഡ്, അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അധികാരം ഉപയോഗിച്ച്, ആജ്ഞയായി, കർത്താവിന്റെ ആജ്ഞയായി. ആജ്ഞ എന്ന് പറയുന്നത് അധികാരങ്ങളുടെ പ്രതീകം. അധികാരമുള്ളവർക്ക് ആജ്ഞാപിക്കാൻ കഴിയൂ, അല്ലാത്ത ആളുകളെല്ലാം അപേക്ഷിക്കേണ്ടതാകും, അല്ലേ? നമ്മൾ നിയമപരമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ അവകാശത്തെ സ്വീകരിക്കുവാൻ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ പോലും നമ്മൾ എഴുതുന്ന ആപ്ലിക്കേഷന്റെ അടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം അപേക്ഷിക്കുന്നു, താഴ്മയായി വിനയത്തോടെ അപേക്ഷിക്കുന്നു എന്ന്, വിശ്വസ്തയോടെ അല്ലെങ്കിൽ വിശ്വസ്ത വിധേയൻ എന്ന, എത്രയോ വളരെ താഴ്മയോടെ വളരെ ഭൗതികയോടെ ജീവിതം നമ്മളെന്ന വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല, അതുകൊണ്ട് കനിവുണ്ടായി ദയവുണ്ടായി അവിടുന്ന് ഇത് എനിക്ക് അനുവദിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുള്ള ധ്വനിയിലാണ് നമ്മൾ പല അപേക്ഷകളും വെക്കുന്നത്. അതിന്റെ അർത്ഥം നമുക്കിത് അങ്ങനെ അധികാരമുള്ളൂ. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളാകാം, ആ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടേണ്ട അധികാരമുള്ള ഒരിടത്തു നിന്നും അത് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ നൽകുന്നതെല്ലാം അപേക്ഷകളാണ്. ശ്രദ്ധിച്ചേ, ക്രിസ്തുവിന്റെ ആജ്ഞ എന്ന് പറയുമ്പോൾ തന്നെ പൗലോസ് തന്റെ ആധികാരികതയാണ് അവിടെ സൂചിപ്പിക്കുക.
ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ ഒരിക്കൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യമാണ്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളുടെ മാതൃക വളരെ വളരെ പ്രസക്തമായ കാര്യം എന്താ? താൻ ഒരിക്കൽ പോലും നോ എന്ന് പറയാൻ തനിക്കിടയുണ്ടാക്കിയിട്ടില്ല. താൻ യേസ് എന്ന് പറഞ്ഞാൽ യേസ് ആണ്, അല്ലെ? ഇനി 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 തന്റെ ഈ വാക്കുകളൊക്കെ ഭയങ്കര ആധികാരികം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ, ഉദാഹരണം വഴിയും സത്യവും ജീവനുമാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകാൻ സാധ്യതയുണ്ട്, ആയേക്കാം, ആയിരിക്കാം സാധ്യതയുണ്ടെന്നാണോ പറഞ്ഞത്? അല്ല. ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. അതൊരു ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിരിക്കുന്നു. താൻ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, നിർബന്ധിതമായി അങ്ങനെയാണ്. നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എനിക്കുറപ്പുണ്ട്. തന്നെ ക്രൂശിക്കുന്നതിനും അല്ലെങ്കിൽ തന്നോടൊപ്പം ക്രൂശിക്കുന്നതിന് മുമ്പുള്ള ചോദ്യ വിസ്താര വേളയിൽ പല കാര്യങ്ങൾ താൻ മൗനം പാലിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ മൗനത എന്ന് പറയുന്നത് ധിക്കാരമല്ല, മറിച്ച് തന്റെ അധികാരത്തെ സ്ഥാപിക്കാനുള്ള ശ്രമവുമല്ല, അധികാര സ്ഥാപനമാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ശ്രദ്ധിച്ചേ. തന്റെ നിശബ്ദതകളൊക്കെ ഒരുപക്ഷെ തന്റെ കഴിവുകേടായിട്ടോ താൻ എന്ന വ്യക്തിയെ സ്വയം പരിചയപ്പെടുത്താനുള്ള അപര്യാപ്തമായ തെളിവുകളുടെ കൊണ്ട് മൗനം പാലിക്കുന്നതുമായിട്ടല്ല, മറിച്ച് തനിക്ക് ഇതിന് മറുപടി കേൾക്കാൻ നിങ്ങൾ യോഗ്യരല്ല എന്നും ഇത് പറയാനുള്ള ബാധ്യസ്ഥത എനിക്കില്ല എന്നും എന്റെ ആധികാരികമായ പരിധിയിൽ വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ പ്രതികരിക്കാൻ കഴിയൂ, ഇങ്ങനെ പ്രതികരിച്ചാൽ മതി, കാരണം എനിക്കതിൽ അധികാരമുണ്ട് എന്നുമുള്ള വെളിപ്പെടുത്തലാണ് തന്റെ നിശബ്ദത. പ്രയാസം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കർത്താവിന്റെ ആജ്ഞയായി താൻ ഉപയോഗിച്ചിരിക്കുന്ന പല പദങ്ങളും തന്റെ ലേഖനങ്ങളിൽ തന്റെ സഭാവിശ്വാസികൾക്ക് നേരെ, ദുരുപദേശങ്ങൾക്ക് നേരെ, സഭയിൽ ഉയർന്നു വന്ന വിഭാഗിതയ്ക്കെതിരെ, പൗലൂസിന്റെ പക്ഷക്കാർ, പിന്നെ കേഫാവിന്റെ പക്ഷക്കാർ, അങ്ങനെ ക്രിസ്തുവിന്റെ പക്ഷക്കാർ, പിന്നെ അങ്ങനെ ഒരുപാട് പക്ഷം പിടിക്കുന്ന ആളുകൾക്ക് നേരെ സഭയ്ക്ക് വ്യവസ്ഥാപിതമായി ഒരിക്കൽ പോലും സ്വീകാര്യമല്ലാത്ത പല ഉപദേശങ്ങളും താൻ സ്ഥാപിച്ച സഭകളിൽ ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിനെയൊക്കെ തർജ്ജനം ചെയ്യുന്നത് ബുദ്ധിയില്ലാത്ത ഗലാത്യരെ. ശ്രദ്ധിച്ച്, ഒരു സമൂഹത്തെ മണ്ടന്മാരെന്ന് വിളിക്കാൻ, ഒരു ബുദ്ധിയില്ലാത്ത ആളുകളാണെന്ന് വിളിക്കാൻ, ഒരു ഭൗതിക ജ്ഞാനമില്ലാത്ത ആളുകളാണ്, മന്ദബുദ്ധികളാണെന്ന് വിളിക്കാൻ ഉള്ള ഒരു വലിയ ധൈര്യം താൻ കാണിച്ചതൊക്കെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുടെ സ്വീകരണമാണ്. അപ്പൊ പൗലൂസിന്റെ തന്റെ വാക്കുകളിൽ താൻ ഉപയോഗിച്ച ധാർമ്മികമായ മൂല്യങ്ങളുടെ സ്വീകരണം ക്രിസ്തുവിന്റെ മാതൃകയും ഉപദേശവുമാണ്. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ പഠിപ്പിക്കൽ മുഴുവൻ ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ജീവിതത്തിലും എപ്പോഴും ഉയർന്നു നിൽക്കുന്ന പാപത്തിനെതിരെയുള്ള ശക്തമായ പഠിപ്പിക്കലായി, മൂല്യശോഷണങ്ങൾക്കെതിരെയുള്ള പഠിപ്പിക്കലായി, പാപത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം, അല്ലെ? ഇനി ശ്രദ്ധിച്ചേ, ഈ തന്റെ സൗഖ്യങ്ങൾ തന്നെ, ഉദാഹരണത്തിന് സൗഖ്യം തന്നെ പിടിച്ചാൽ മതി. ചിലരോട് കൽപ്പിക്കുകയാണ്, ചിലരെ നിലത്ത് തുപ്പിയിട്ട് മണ്ണ് കുഴയ്ക്കുന്നു, കണ്ണിൽ പൂശിയിട്ട് ശീലോവാം കുളത്തിൽ പോയി അല്പദൂരം സഞ്ചരിച്ച് സൗഖ്യമാകാൻ പറയുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നു. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ശ്രദ്ധിച്ചേ, ആ വാക്കുകളുടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി. അപ്പം ഒരാളോട് നിന്റെ ചില കർമ്മങ്ങളിലൂടി നിനക്ക് വിശ്വാസം മാത്രം പോരാ, മറിച്ച് ഇന്ന പ്രവൃത്തി നീ തന്നെ ചെയ്യണം കൂടി, നിന്റെ ഭാഗത്തു കൂടി ഒരു പ്രതികരണം ഉണ്ടാകണം. ഒന്നുകൂടി ഞാൻ പറയാം, ചില സൗഖ്യങ്ങൾക്ക് നമ്മുടെയൊക്കെ പ്രതികരണം ആവശ്യം, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആവശ്യം. അപ്പം അവിടെ ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ, നീ പോയി എന്ത് ചെയ്യാൻ, നടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഇത് കണ്ടെത്തി, ആ കുളം കണ്ടെത്തി, അന്ധനായ നീ പോയി എന്ത് ചെയ്യുക, കഴുകി സൗഖ്യമാക്കുക. ചില ആളോട് പറയുന്നു, നിനക്ക് രോഗത്തിന്റെ സൗഖ്യം എന്ന് പറയുന്നത് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാവമാ, ദൈവം നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിനക്ക് സൗഖ്യമായി. ചില ആളുകളോട് പറയുന്നു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, നിന്റെ വിശ്വാസം നിനക്ക് സൗഖ്യമായി പരിണമിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിൽ നുരഞ്ഞുകൂടിയിരിക്കുന്ന നിനക്കുള്ള നിന്റെ അറിവ്, നീ എന്ന വ്യക്തി അഥവാ നന്മയും തിന്മയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നേടിയിരിക്കുന്നത് ഒരു പൂർത്തീകരണത്തിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നിലുള്ള വിശ്വാസം നിന്നിൽ സജീവമായി നിൽക്കുന്നത് കൊണ്ട് ഇനിയൊരു എന്റെ ഒരു എന്റെ സ്പർശനത്തിന്റെ ആവശ്യമില്ല. എന്റെ വാക്ക് നിന്റെ സൗഖ്യമായി, നീ അത് വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട്
നീ അത് അംഗീകരിച്ചിരിക്കുന്നുണ്ട്, ആ അറിവ് നീ നേടിയിരിക്കുന്നത് കൊണ്ട് നിനക്ക് സൗഖ്യമാണ്. അപ്പം വ്യത്യസ്തമായ രീതികളിലാണെങ്കിലും ഇതിനൊക്കെ വലിയ ആധികാരികമായ പഠനത്തിന്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അതാണ് പൗലോസ് തന്റെ ലേഖനങ്ങളിൽ താനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചേ, ഈ ചില ഈ പൊതുവിലുള്ള ചില ചിന്തകൾ, എന്റെ പൊതുവിലുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ചില നിയമങ്ങളിലുള്ള പ്രതികരണ ക്രിസ്തുവിന്റെ, പ്രത്യേകിച്ച് വിവാഹമോചനം 1 കൊരിന്ത്യർ 7:10-11 വാക്യം, അതുപോലെ കർത്തൃമേശ സംബന്ധിച്ചുള്ള പെരുമാറ്റം 1 കൊരിന്ത്യർ 11:22, മടങ്ങി വരും 1 തെസ്സലോനി 4:16, വിവാഹമോചനം 1 കൊരിന്ത്യർ 7:10-11 വാക്യങ്ങൾ, അതുപോലെ തന്നെ കർത്തൃമേശ സംബന്ധിച്ചുള്ള പെരുമാറ്റം 1 കൊരിന്ത്യർ 11:22, ഒരു മടങ്ങി വരവ് 1 തെസ്സലോനി 4:16. ഇതൊക്കെ ഒരു ആജ്ഞയായിട്ട് ഞാൻ കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി നൽകിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ഇതേ നിങ്ങളെ തന്നെ എന്തിനും ശോധന ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എല്ലാ ഞായറാഴ്ചയും കേൾക്കുന്നൊരു കാര്യം, സ്വയം ശോധനയ്ക്ക് നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാർക്കശ്യമായ ചില, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കലാണ് വാസ്തവത്തിൽ കർത്തൃമേശയായി നമ്മൾ ആചരിക്കുന്നത്, അല്ലേ? അതിനകത്ത് നമ്മൾ പാലിക്കേണ്ട ചില പെരുമാറ്റശീലങ്ങൾ സ്വയം എന്ത് ചെയ്യുക, മനസാക്ഷിയോട് ചോദിച്ചിട്ട് നിനക്കിന്ന് ഇത് സ്വീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നീ എന്ന വ്യക്തി ഇരിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യുക, മാറിയിരിക്കുക, അല്ലേ? അതുകൊണ്ട് സ്വയം ശോധന ചെയ്തു വേണം. ഇതിനെല്ലാം ആജ്ഞയായിട്ടാണ് പറയുന്നത്, അല്ലാതെ ഒന്ന് മാറിയിരിക്കാവോ എന്നുള്ള അപേക്ഷയായിട്ടോ ഒന്ന് മാറിയിരുന്നാൽ കൊള്ളാം എന്നുള്ള അനുകമ്പയോടുള്ള പെരുമാറ്റമോ ഒന്ന് മാറാം കേട്ടോ, നമുക്കിന്ന് മാറി നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, ഒരു വിഷയമില്ല കേട്ടോ, നിങ്ങൾ അടുത്ത ആഴ്ച എടുക്കാമല്ലോ, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് എന്ന് പറഞ്ഞൊരു സൗഹൃദപരമായിട്ടുള്ള ഒരു സമീപനമോ അല്ല, മറിച്ച് ആജ്ഞയാണ്, നീ ഇത് ചെയ്തേ പറ്റൂ, നീ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നുള്ള ആജ്ഞയുടെ കൃത്യമായ ബോധ്യപ്പെടുത്തലാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഈ ശ്രദ്ധിച്ചേ, ഇനി ഈ വിവാഹമോചനം സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ ആഗ്രഹത്തെ സംബന്ധിച്ചൊക്കെയുള്ള വാക്യങ്ങളിൽ കൃത്യമായി താൻ ആജ്ഞയായിട്ടാണ് പറയാൻ ഇടയാകുന്നത്. റോമാലേഖനം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ധാർമ്മിക ഉപദേശങ്ങളുടെ ഒരു വലിയ നീണ്ട പട്ടിക നിഴലിച്ച് കാണാം. ഒരുപക്ഷെ നിങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായി അങ്ങനെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ കാണുന്നില്ല എങ്കിലും വായിച്ച് നന്നായി ഗ്രഹിച്ചിട്ട് നന്നായി ചിന്തിച്ചിട്ട് സ്വയം മനസാക്ഷിയോടും സ്വന്തം ജീവിതത്തോടും ഒന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം നമ്മൾ ധാർമ്മികതയുടെ ആ രൂപത്തിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് പൗലോസിന്റെ പല ഭാഗങ്ങളും ചിന്തകളും വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? അത് ഉണ്ടല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചേ. നമ്മൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വായിച്ച് വിടാൻ നല്ലത്. ബൈബിൾ വായിക്കണം, ചിലവരുടെ തീരുമാനം ഇനി 31-ാം തീയതി വൈകിട്ട് തീരുമാനം എടുക്കും, കഴിഞ്ഞ വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ വർഷം കർത്താവ് അനുവദിക്കുന്നെങ്കിൽ എന്നതിലൊക്കെ എന്ത് ചെയ്യും, അല്ലെ? എടുക്കാൻ വയ്യാത്ത കുറെ തീരുമാനം നമ്മൾ എടുക്കും, അല്ലെ? ഞാൻ കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്, അവന്റെ വചനത്തിന് വേണ്ടി, അവന്റെ സാക്ഷ്യമായി അവന് വേണ്ടി അങ്ങ് രക്തസാക്ഷിയാകാനും ഞാൻ തയ്യാറാണ് എന്ന തീരുമാനമെടുക്കും. പക്ഷേ അവന് വേണ്ടി ജീവിക്കും എന്നെത്ര പേര് തീരുമാനം എടുക്കും? മരിക്കുന്നത് വിഷമമൊന്നുമില്ല. നമ്മള് ഇവിടെ കേരളത്തിൽ ഇപ്പം എത്ര അറിയത്തില്ല, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി എന്ത് ചെയ്യുക, അവിടെ ഒക്കെ പോയി നല്ലപോലെ ഒന്ന് സുവിശേഷം പറഞ്ഞ് പബ്ലിക്കായിട്ട് ഇറങ്ങി പറയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ചത്തുപോകുള്ളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എല്ലാം 34 തീരുമാനമെടുക്കും, എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നേ, ഞാൻ തീരുമാനമൊക്കെ എടുത്ത, പക്ഷെ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഈ വർഷം തീരുമാനിച്ചെങ്കിൽ എന്നതിലൊക്കെ അങ്ങനെ തീരുമാനം എടുക്കാതിരിക്കാൻ നല്ലത്. നമുക്ക് എടുക്കാൻ പറ്റിയ തീരുമാനത്തെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നങ്ങ് ചെയ്യാം, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഞാനിത് നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, മറിച്ച് നമ്മൾ പലപ്പോഴും പല തീരുമാനങ്ങളും ഈ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമുക്ക് പറ്റുന്നത് കൊണ്ടല്ല, പക്ഷേ നമുക്ക് പറ്റുമെന്നുള്ള വിശ്വാസവും കൊണ്ടല്ല, മറിച്ച് നമുക്ക് സമൂഹത്തിന് മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു വലിയ തത്രപ്പാടിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ പ്രഖ്യാപിക്കുന്നത്.
രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു പ്രവാചകൻ പറയണം നമുക്ക് തീരുമാനമെടുക്കണം, അല്ലെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയണം. അല്ലെ, എന്നോട് ഡോക്ടർ പറഞ്ഞ് 1 മണിക്കൂർ കൃത്യമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് വൈകിട്ട് കൃത്യമായിട്ട് 5 മുതൽ 6 വരെയോ അല്ലെങ്കിൽ 6 മുതൽ 7 വരെയോ ചിലപ്പോൾ 8 മുതൽ 9 വരെ എപ്പോഴായിട്ടും 1 മണിക്കൂർ കൃത്യമായിട്ട് എല്ലാ ദിവസവും നടക്കാറ്. അത് എന്നോട് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ്. പണ്ട് ചെറുപ്പത്തില് ജിമ്മിൽ പോകുമായിരുന്നു, വളരെ നടക്കുമായിരുന്നു, ഉള്ളുമായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാം, അതൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മള് ഉദരഫലം മധ്യപൂർവ്വദേശം വളരെയധികം വികസിക്കുകയും നമ്മൾ നന്നായി ശോഷിച്ചു പോവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, 5 മണിക്കൊക്കെ നടക്കുമായിരുന്നു. പിന്നീട് അതൊക്കെ അങ്ങ് മടിയായി. പിന്നെ ഈ അസുഖം വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് നടന്നേ പറ്റൂന്ന്. ഇതുപോലെ തന്നെയാണ് ഉപവാസം വെച്ചത്. അതേ ഏതെങ്കിലും പാസ്റ്റർമാരോ അല്ലെങ്കിൽ പ്രവാചകന്മാരോ കൈവച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, തീരുമാനം കൃത്യമായിട്ട് നടപ്പിൽ വരുത്തും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചേ, ഈ ബൈബിള് വായിച്ചിട്ട് എത്ര പേര് ഇതുപോലൊരു ഒരു ഉറച്ച തീരുമാനം എടുത്തത് എത്ര പേരുണ്ട്? ബൈബിൾ നമ്മൾ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നേരെ പ്രവാചകം എന്ന് പറയുമ്പോൾ നമുക്ക് ജനം പേടിയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ ശരിയല്ലെന്ന് പറയാനായിട്ട് ഈ കട്ടപ്പറയെന്ന് പുള്ളി പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ ചോദ്യം അതാണ്. അല്ലേ, നമ്മൾ ആരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് തെറ്റൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്നതാണ്. ഞാൻ എന്നോട് പ്രവചനം പറയുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, അത് റെക്കോർഡ് ചെയ്യും. ബൈബിൾ അന്നേരം കണ്ണൊക്കെ തുറന്നിട്ട് നമ്മൾ ഈ മൊബൈൽ എടുത്തിട്ട് കൃത്യമായത് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് ആവർത്തി ഞങ്ങൾ കേൾക്കുകയും, ഞാൻ കേൾക്കുകയും അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കുകയും, പരസ്യമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അത് കേൾക്കുകയും, അല്ലെങ്കിൽ അത് ഓർത്ത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ അത് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ജാഗരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് ഇതാണ്: കർത്താവേ, എന്നോട് പറഞ്ഞിട്ടുള്ള പല പ്രവചനങ്ങളും പല ദൈവിക വാഗ്ദത്തങ്ങളും ഇതുവരെ നിവൃത്തിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് സ്തോത്രം. എന്നാൽ അതുകൊണ്ട് തന്നെ നിവൃത്തിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അങ്ങ് അവിശ്വസ്തനാണെന്ന് എനിക്കൊരിക്കൽ പോലും എൻ്റെ ജീവിതത്തിൽ ഒരു നിലയിലും വിശ്വസിക്കുവാനോ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാകാൻ ഇടയാകരുത്. അങ്ങയുടെ ഹിതത്തിന് വേണ്ടിയും അങ്ങയുടെ സമയത്തിന് വേണ്ടിയും കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ കൊടുത്ത അങ്ങനെ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ വാഗ്ദത്തങ്ങൾ, ഇത് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഞാൻ ഒരു പൊതു കാര്യം പറയാം. നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ വാഗ്ദത്തങ്ങൾ, എത്രയോ കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്, അല്ലേ? അത് ദൈവത്തിന്റെ കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ അതെല്ലാം കേട്ടിട്ട് ഡേറ്റ് നോക്കി കലണ്ടർ, മനോരമ എല്ലാ വീടുകളും നിർബന്ധമായി മനോരമ അല്ലെങ്കിൽ ഗുഡ് ന്യൂസിന്റെ കലണ്ടർ ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിലും നമ്മുടെ അടുത്ത ഈ സഹകരണ ബാങ്കിന്റെ, ഞങ്ങളുടെ വീട്ടിൽ മാങ്ങാനം സഹകരണ ബാങ്കിന്റെ, വെള്ളൂർ സഹകരണ ബാങ്കിന്റെ തുടങ്ങിയ സഹകരണ ബാങ്കിന്റെ എല്ലാ കലണ്ടറും ഉണ്ട്. മനോരമക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു കലണ്ടർ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു കലണ്ടർ അത്യാവശ്യമാണ്, എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാ അറിയോ, പ്രോഗ്രാമുകൾ, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വട്ടയിടാൻ സ്കെച്ച് പേന കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കല്യാണം വരുന്നത് ഇതെല്ലാം നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി, വട്ടയിടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കൊച്ചിന് ഫീസ് അടയ്ക്കേണ്ട ദിവസം, ലോൺ അടയ്ക്കേണ്ട ദിവസം, അല്ലേ, എന്തെല്ലാം കാര്യം എഴുതാവോ അതൊക്കെ പരസ്യമായിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ കലണ്ടർ വാങ്ങി. ഓക്കെ, ശ്രദ്ധിച്ചേ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും എഴുതിയിടാൻ താല്പര്യമുള്ളത്, എഴുതിയിടേണ്ട കാര്യങ്ങൾ ബൈബിള് വായിച്ചിട്ട് ഇതും ജീവിതത്തിൽ എഴുതിയിട്ടാൽ കൊള്ളാമെന്ന് എത്ര പേർക്ക് തീരുമാനിക്കാൻ കഴിയും? അത് ഈ വർഷത്തിൽ തീരുമാനമാകാൻ പറ്റുമോ? നമ്മോട് പ്രവാചകൻ പറഞ്ഞിട്ട് തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് ബൈബിള് വായിച്ചിട്ട് ഇത് കൊള്ളാം, ഇത് എന്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്, ഞാൻ പാലിച്ചേ പറ്റൂ എന്നൊരു തീരുമാനം എടുക്കണം. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാം, നമ്മൾ സമയം കഴിയും. നമ്മൾ ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്, നമ്മളൊരു വലിയ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മളൊരു നേതൃത്വത്തിന്റെ കീഴിലാണ്. നമ്മളൊക്കെ മറ്റുള്ളവർ വിശുദ്ധ ബൈബിൾ പാരായണം ചെയ്യുന്നത് ദൈനംദിനം കേൾക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. നമ്മളുടെ സജീവമായ കൂട്ടായ്മകളിൽ മറ്റുള്ളവരോ നമ്മളോ ഒക്കെ മറ്റുള്ളവർ അല്ലെങ്കിൽ നേതൃത്വങ്ങൾ ഈ വേദപുസ്തകം കൃത്യമായി പാരായണം ചെയ്യുന്ന ആളുകളാണ്, പാരായണം ചെയ്യുന്ന കേൾക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഈ പറയപ്പെടുന്ന വിശകലനത്തിന് ഒരു കൃത്യമായ പ്രായോഗികതയോ ഇല്ലാതിരിക്കുന്നത് കൊണ്ട് ഇത് തെറ്റാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇടയാകാതിരിക്കാം. ഞാൻ മുനം പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ പരാജയം, ഞാൻ ഈ ഭാഷ ഉപയോഗിച്ച് നിങ്ങൾ ശ്രമിക്കുക, വൃത്തികേട് എന്ന ഭാഷ ഞാൻ ഉപയോഗിച്ച് ശ്രമിക്കുക എന്ന് പറയുന്നത്, ഉപദേശം മാത്രം പറയുകയും ഉപദേശം അനുസരിച്ചുള്ള ഒരു ജീവിത ശൈലിയോ രീതിയോ ഇല്ലാതിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി നമ്മൾ തീർന്നു എന്നുള്ള അപജയമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ
ഞാനെന്ന വ്യക്തിയെ എന്നെ പണിതിരിക്കുന്ന എന്റെ വിശ്വാസങ്ങളെ നഷ്ടപ്പെടുത്താൻ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ടാവും. ആശയം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ ആരുടെയും വിധിയെഴുത്തുകാരോ ആരുടെയും വിധിയെഴുത്തിനെയോ ആരുടെയും ഈ വിശകലനങ്ങളെയോ ആരുടെയും ജീവിതത്തെയോ വിശകലനം ചെയ്തിട്ട് അത് വെച്ചുകൊണ്ട് എനിക്കും ഇങ്ങനെയാകാം എന്ന് തീരുമാനിക്കാതിരിക്കാൻ ഇടയായി തീരട്ടെ. ഈ എത്തിക്സ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്നുകൂടിയും പറയുന്നു, ബൈബിൾ എന്ന് പറയുന്നത് സത്യമാണെന്നും ക്രിസ്തു സത്യമാണെന്നും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് സത്യമാണെന്നും ആ സത്യം ഒന്നുകൂടി അരക്കുട്ടർപ്പിക്കാൻ മറ്റാരുടെയും വാക്കുകൾക്കപ്പുറമായി ബൈബിൾ എന്ത് പറയുന്നു, ഉപദേശം എന്ത് പറയുന്നു, പുതിയ നിയമത്തിന്റെ ഉപദേശങ്ങൾ എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടി ശുപാർശ ചെയ്യുകയാണ്, ലേഖനങ്ങൾ നന്നായി വായിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങളോ നന്നായി കേൾക്കുകയും ചെയ്യാനുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടാകണം. പഴയ നിയമത്തിന്റെ കഥകൾ കേട്ട് തരം വെക്കുകയും അതിൽ രസം പിടിക്കുകയും നമ്മുടെ പ്രസംഗങ്ങളിലും അത്തരത്തിലുള്ള ആ കഥകളുടെ ആഖ്യാനങ്ങളോ വ്യാഖ്യാനങ്ങളോ നടത്തുവാനുള്ള ശ്രമം നടത്താതെ പുതിയ നിയമത്തിന്റെ ക്രൈസ്തവ പ്രായോഗിക ജീവിതത്തിന്റെ വശങ്ങൾ നന്നായി മനസ്സിലാക്കി പ്രസംഗിക്കേണ്ട മൗനമായി ജീവിതത്തിൽ പാലിക്കാനുള്ള ഒരു പ്രായോഗിക പരിജ്ഞാനം നമുക്കുണ്ടാകും. ഈ എത്തിക്സ് എന്ന് പറയുന്ന ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇതൊരു പ്രസംഗമല്ല, ഒരു ക്ലാസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് നമ്മുടെയൊക്കെ പല ആളുകളുടെയും, ഞാൻ ഇത്രയും വേദനയോടുകൂടി പറയാൻ കാര്യം, പല ആളുകളും ഇപ്പോഴത്തെ ഈ വർത്തമാനകാല നമ്മുടെ സമൂഹത്തിന്റെ ചെയ്തികളെ വെച്ചുകൊണ്ടുള്ള വിശകലനങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ടും അവരൊക്കെ ഇതിനെക്കാട്ടും നല്ലത് പഴയതായിരുന്നു എന്ന് പലപ്പോഴും പരിതപിക്കുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം പറയുന്നു. നമ്മളെങ്കിലും ആരെയും വിധിക്കണ്ട, നമ്മുടെ വിശകലനം നമുക്ക് ഈ വിശകലനം ഒന്നും കേൾക്കണ്ട. ഇതുകൊണ്ട് ഈ മുട്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതൊക്കെ അവരുടെ വിശകലനങ്ങൾ എല്ലാ ദിവസവും വരും. അതൊക്കെ മറന്നിട്ട് നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ, നമ്മൾ ക്രിസ്തുവിനെ കണ്ടെത്തി. അവരെന്തും പറഞ്ഞോട്ടെ, അവർക്കെന്തും പറയാം. ശൗല് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് മിണ്ടാതിരുന്നുകൂടാ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കിത് ശീലമില്ല. ശൗല് പറഞ്ഞൊരു കാര്യം, എനിക്കൊരു ശീലമില്ല എന്ന്. ദാവീദ് പറഞ്ഞൊരു കാര്യം, എനിക്കിത് ശീലമില്ല. എന്നാ ഗോലിയാത്തിനെ കൊല്ലാൻ പോകുമ്പോൾ വാളും വടിയൊന്നും എടുക്കാൻ ശീലമില്ല. അത്തരം കാര്യം നമ്മൾ ചിന്തിച്ചു. ഒന്നുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ. ക്രിസ്തു മുമ്പോട്ട് വെച്ച ആ മൂല്യങ്ങളെയും ആ പ്രഖ്യാപനങ്ങളെയും മാത്രം സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ നമുക്കിടയായിത്തീരും. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ടെക്നിക്കലായി വന്ന കാര്യങ്ങൾ ശ്രമിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ചത്തേക്ക് പരിഹരിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിലും ദൈവം സഹായിച്ചതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഈ ക്ലാസ്സുകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവഹിതമായാൽ നമുക്ക് ഈ ആഴ്ചയും നമ്മുടെ ചാപ്പൽ സർവീസ് ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ആഴ്ചയ്ക്ക് ശേഷം നമുക്കൊരു 2 weeks നമുക്കൊരു ലീവ് കാണും. കാരണം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാ ദൈവദാസന്മാരായതുകൊണ്ട് പല പ്രോഗ്രാമിൽ അവരൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് നമ്മുടെ ന്യൂ ഇയറിന് ശേഷമായിരിക്കും. അടുത്ത ആഴ്ച ഉണ്ടായിരിക്കും. എല്ലാം ഭംഗിയായി നടപ്പാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ആശീർവാദത്തോടെ പിരിയാം. സിസ്റ്റർ ലാലി അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. സിസ്റ്റർ ലാലി പ്രാർത്ഥിച്ചാട്ട്. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, തിരുപാദവിടെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഹല്ലേലൂയ അവിടുത്തെ പാദപീഠം താണിടുന്ന അവിടുത്തെ വചനങ്ങളെ കേൾക്കുവാൻ പഠിക്കുവാനൊക്കെ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കൃതയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം പഠിപ്പിച്ചതായ ദൈവദാസനെ കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പുതിയൊരു വർഷം അവരുടെ ജീവിതത്തിൽ ദാനമായി തന്ന കൃപകളെ ഓർത്തിന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. മുമ്പോട്ടും കർത്താവിന്റെ ഹിതപ്രകാരം അവിടുത്തെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ, അവരുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ തക്കണം കർത്താവ് സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ മുമ്പോട്ടുള്ള ക്രിസ്തീയ
ജീവിതം ധന്യമായി തീരുവാൻ, അത് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന വൃത്തിയാല് ഹല്ലേലൂയ കർത്താവേ, ഷജി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു, ലാലു പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ രാത്രികാലം അവിടുത്തെ വചനവുമായിട്ടായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവമക്കളെ എല്ലാം പേരുവരായി ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ അനേകർക്ക് അനുഗ്രഹമായി വിടുതലായി തീരുവാൻ, ഞങ്ങളുടെ ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഏറി ബലത്തോടും ശക്തിയോടും കൂടെ ഹല്ലേലൂയ തിരുവചനങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും പിന്നെയും സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് അടിങ്ങളെ പിന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പാ. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കണ്ണിന്റെ കൃഷ്ണമണി പോലെ പരിപാലിച്ച് വർഷത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത്, വിടുതലുകളെ ഓർത്ത് ഹല്ലേലൂയ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ രാജ്യത്തിന് ഹല്ലേലൂയത്തിലേക്ക് ഒരുക്കമുള്ളവരായി പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പിന്നെയും സഹായിക്കണം. ദൈവകരങ്ങളിൽ പിന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഈ നമ്മുടെ അഗാപ്പെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ന് കർത്താവിന്റെ ദൈവത്തിനെ ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും പ്രത്യേക ഇന്ന് തന്റെ ആനിവേഴ്സറി ആണുള്ള ഈ പുതുവർഷം ദൈവത്താൽ അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവകൃപ കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തിങ്കളാഴ്ച വീണ്ടും കാണാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.